10 ഗ്രഹങ്ങളുണ്ടാകും. നവഗ്രഹങ്ങൾ 9, മുടിയൻ 1, 10. ഇവരെവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളത് ആദ്യം സൂര്യനാണ്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ആരാണ്? ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന പിതാവാണ് സൂര്യൻ. ലോകത്തിന്റെ പിതാവാണ്. സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ ലോകം നിലനിൽക്കില്ല. അതെ, എല്ലാം ആവശ്യമാണ്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ആരാണ്? ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന പിതാവാണ്. അങ്ങനെയാണ് ആ പിതാവ് എവിടെ നിൽക്കുന്നു? സിംഹേ അഷ്ടമേ കുരുക്ഷേത്രേ പ്രാണപിതൃകാരക തപന പ്രാണകാരക പിതൃകാരക ആദിത്യ. പ്രാണകാരകനും പിതൃകാരകനുമായിരിക്കുന്ന ആദിത്യൻ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ പിതാവാകുന്ന സൂര്യൻ ലഗ്നത്തിന്റെ 8ാം ഭാവത്തിൽ ആദിത്യന്റെ സ്വക്ഷേത്രാശിയായ നിൽക്കുന്നു. അപ്പൊ ആദിത്യൻ ചിഹ്നത്തിലാണ്, സ്വക്ഷേത്ര ബലവാനാണ്. അത് 8ാം ഭാവത്തിൽ 8 ആയുസാണ്. 8ാമത് നല്ലത്. അടുത്ത ഭാഗസ്ഥാനേ, അതായത് 3ാം ഭാവേ മീനെ കുരുക്ഷേത്രേ ദേഹമാതൃകാരക ചന്ദ്ര. സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ ആരാണ്? അമ്മയാണ്. അച്ഛൻ ജന്മത്തെ കൊടുക്കുമ്പോൾ അമ്മ പ്രസവിക്കുന്നു. ഒരു കുഞ്ഞിന്റെ ശരീരം അമ്മയുടേതാണ്. ദേഹകാരത്വം മാതാവ്, പ്രാണകാരത്വം പിതാവ്. പിതാവ് ജന്മം കൊടുക്കുന്നു, അമ്മ പ്രസവിക്കുന്നു. പ്രസവം എന്തായാലും, ഓപ്പറേഷൻ ആയാലും സുഖപ്രസവമായാലും എന്തായാലും ഒരു കുഞ്ഞിന്റെ ശരീരം അമ്മയുടേതാണ്. ദേഹകാരത്വം മാതാവിന്. അങ്ങനെയുള്ള ചന്ദ്രൻ എവിടെ നിൽക്കുന്നു? 3ാം രാശിയിൽ മീനത്തിൽ നിൽക്കുന്ന രേവതി നിൽക്കുന്നു. അവൻ അമ്മയാകുന്ന ചന്ദ്രൻ 3 മീനൻ രാശിയിൽ നിൽക്കുന്നു. നല്ലത് തന്നെ. അപ്പൊ സൂര്യൻ സൂര്യക്ഷേത്രത്തിൽ നിൽക്കുന്നു, ചന്ദ്രൻ അതുപോലെ തന്നെ. ഇനി അതിനേക്കാൾ ഉപരിയായിട്ട് ചൊവ്വ ലാഭേ, അതായത് 11ാം ഭാവേ ഈടേ കുജക്ഷേത്രേ ഭാഗോ ഭൂമികാരക കുജ. ഈ കുഞ്ഞിന്റെ ജാതകം 100% ശുദ്ധമാണ്. ഭാവജാതകമല്ല. ചൊവ്വ 11ലാണ്. ചൊവ്വ നിൽക്കേണ്ട രാശിയിൽ ചൊവ്വ നിൽക്കുന്നു. വൃശ്ചികൻ രാശി ചൊവ്വയുടെ വീടാണ്. അവിടെ ചൊവ്വ നിൽക്കുന്നു. ആ ചൊവ്വ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു യോഗം കൊടുക്കുന്നു. ശ്രീരുചക യോഗം എന്നൊരു യോഗം ചൊവ്വയെ കൊടുത്തു. അടുത്ത ബുധൻ കന്യേ ഭാഗ്യേ ബുധക്ഷേത്രേ മാതൃ ഭൂമികാരക. ചൊവ്വ കഴിഞ്ഞപ്പോഴും ബുധനാണ് അടുത്തത്. ബുധൻ എവിടെ നിൽക്കുന്നത്? കന്നിരാശിയിൽ നിൽക്കുന്നു. കന്നിരാശിയുടെ അധിപൻ ആരാണ്? ബുധനാണ്. ആ ബുധൻ കന്യയിൽ നിന്നാൽ എന്തിനെ കൊടുക്കും? ഭദ്രകയോഗം എന്നൊരു യോഗത്തെ കൊടുക്കും. അത് ഇന്നലെ രാത്രിയിലാണ് ബുധൻ മാറിയത്. കന്യയിൽ നിന്ന് തുലാത്തിലേക്ക് ഇന്നലെ രാത്രി മാറി. ഇനി ശുക്രൻ നിൽക്കുന്ന എവിടെയാണ്? ഇതിനോടുകൂടി ശുക്രൻ നിൽക്കുന്നു 8ാം ഭാവത്തിൽ. ഇനി കർമ്മേ തവരേ ശുക്രക്ഷേത്രേ അധികാരകാമെന്ന ശനി 10ാം ഭാവത്തിൽ തുലാത്തിൽ നിൽക്കുന്നു. ആ ശനിക്ക് ശശകയോഗം എന്നൊരു യോഗമുണ്ട്. ഇനി രാഹു നിൽക്കുന്ന ഭാഗ്യേ 9ാം ഭാവേ വിഷകാരക ഉരക. സർപ്പം 9ാം ഭാവത്തിലും 3ാം ഭാവേ ഖണ്ഡകാരക കേതു. 4കാരകനായ കേതു 3ാം ഭാവത്തിൽ മീനം രാശിയിലും. ഒരേ ഒരാളുള്ള ഗുളികൻ തവലെ കർമ്മേ ശുക്രക്ഷേത്ര അഖില സംസാരകാമാന്നി. ഗുളികൻ 10ാം ഭാവത്തിലും ഏവം സൂര്യാദിരക്തമാ. ഇങ്ങനെ കുഞ്ഞ് ജനിച്ച സമയത്തെ പറയും. ഇപ്രകാരം ഒരു ജാതകം ഉണ്ടായത് മാതാപിതാക്കന്മാരുടെ വൃത്തമാണോ കുഞ്ഞിൻ്റെ വൃത്തമാണോ എന്താണെന്ന് അറിയുന്നത്. കാരണം സാധാരണ 5 യോഗങ്ങളാണ്. പഞ്ചമഹാപുരുഷയോഗം എന്നാണ് പറയുന്നത്. 5 തരം യോഗങ്ങളുണ്ട്. 5 തരം വായുക്കളുണ്ട്. നമ്മുടെ ശരീരത്തിൽ 5 പ്രാണവായുണ്ട്. എല്ലാവർക്കും 5 തരം വായുക്കൾ എവിടെയാണ് ഇരിക്കണം? എന്താണ് 5 വായുക്കൾ? അതുപോലെ തന്നെ നമ്മൾ തിരി വിളക്ക് തിരിയിടുമ്പോൾ 5 തിരിയിടുക. എന്താണ് 5 തിരിയിട്ടുള്ള? ആ 5 പ്രാണനെ 5 പ്രാണവായുവിനെ ആധാരമാക്കിക്കൊണ്ടാണ് 5 തിരി നമ്മൾ.
പഞ്ചവായുക്കൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചലോകങ്ങൾ എന്നിങ്ങനെ പറയും. ഈ 5 വായുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖിന്നൻ, തമഹൻ, മൂർധൻ, മഹാൻ, അപാനൻ. അപാന വായു എന്ന് പറഞ്ഞാൽ ഗ്യാസാണ്, ആന്ധ്രവായു എന്ന് പറയും. അതെ, അങ്ങനെ 5 തരം വായുണ്ട്. ഖിന്നൻ, തമഹൻ, മൂർധൻ, മഹാൻ, അപാനൻ. ഈ 5 വായുക്കളും നമ്മുടെ പൊക്കിളിന് ചുറ്റുമാണ് ഇരിക്കുന്നത്. ഈ 5 വായുക്കളെ പോലെ 5 ലോകങ്ങളുണ്ട്. 9 ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ 9, ഒടുകൾ 10. ഈ 5 ഗ്രഹങ്ങൾക്ക് യോഗമുണ്ട്. കാരണം ചൊവ്വയെ കൊണ്ട് രുചകം, ബുധനെ കൊണ്ട് ഭദ്രകം, വ്യാഴത്തെ കൊണ്ട് ഹംസം, ശുക്രനെ കൊണ്ട് മാളവ്യം, ശനിയെ കൊണ്ട് ശശകം. ഇങ്ങനെ പഞ്ചമഹാപുരുഷയോഗം എന്ന് പറയുന്നു. 5 യോഗം കൂടി ഒരാൾക്കുണ്ടായാൽ അയാൾക്ക് മരണമില്ല. അത് നടക്കുമോ? 5 യോഗം കൂടി ഒരു കുട്ടിക്ക് കിട്ടിയാൽ മരണമില്ല. അത് നടക്കാൻ പോലില്ല. ഈ 5 എത്ര കിട്ടാം? 1 കിട്ടാൻ, 2 കിട്ടാൻ, 3 കിട്ടാൻ. ഈ കുഞ്ഞിന് 4 യോഗം കിട്ടി. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു യാതൊക്കെ എഴുതിയിട്ടില്ല. കാരണം ഈ 4 യോഗം സാധാരണക്കാർ കിട്ടുന്നില്ല. 5 യോഗത്തിൽ 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 എണ്ണം കിട്ടിയാലുള്ള അനുഭവം എന്താണെന്ന് അറിയാം. ചൊവ്വാഗ്രഹത്തെ കൊണ്ട് രുചകം, ബുധനെ കൊണ്ട് ഭദ്രകം, വ്യാഴത്തെ കൊണ്ട് ഹംസം, ശനിയെ കൊണ്ട് ശശകം. കിട്ടാത്ത യോഗം ശുക്രനെ കൊണ്ട് മാളവ്യം എന്നൊരു യോഗം. ഭദ്രകം, വ്യാഴത്തെ കൊണ്ട് ഹംസം, ശനിയെ കൊണ്ട് ശശകം. കിട്ടാത്ത യോഗം ശുക്രനെ കൊണ്ട് മാളവ്യം എന്നൊരു യോഗം. 5 യോഗത്തിൽ 4 എണ്ണം കിട്ടും. ഞാൻ ഇങ്ങനെ ഒരു യാതൊരു എഴുതിയിട്ടില്ല. ഈ 5 യോഗം കൂടി എഴുതാന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടാൻ പോട്ടെ. നമുക്ക് കിട്ടിയാൽ മരണമില്ല. പല ദേവന്മാരുമായിട്ട് 5 യോഗം. അപ്പം ഇവിടെ 5 എണ്ണത്തിൽ 4 യോഗം കുടിച്ചിട്ടുണ്ട്. അപാര ജാതകം ഞാൻ നേരത്തെ പറയുകയുണ്ടായിരുന്നു. ഇങ്ങനത്തെ ജാതകമാണ്. അപ്പം 4 യോഗം. ഇനി നമുക്ക് ജാതകത്തിലേക്ക് കിടക്കാം. കരിദിനം 18,68,446 നാൾ കലിയുഗ ദിവസം ജയനാമസംവത്സരം ദക്ഷിണായന കാലം വർഷത്തിൽ ശ്രാവണമാസം ചിങ്ങമാസം തുലാശനി കർക്കടക വ്യാഴം ഇംഗ്ലീഷ് വർഷം 2014 ആണ്ട് സെപ്റ്റംബർ മാസം 11-ാം തീയതി. മലയാള വർഷം 1190 ആണ്ട് ചിങ്ങമാസം 26-ാം തീയതി ഗുരുവായൂർ വ്യാഴം രേവതി നക്ഷത്രത്തിൽ 4-ാം പാദം, കൃഷ്ണവിഷയ തുര്യപക്കത്തിൽ 4-ാം പാദം, വിഷ്ടിക്കരണം വൃക്ഷിനാമ നിത്യയോഗവും കൂടിയ ദിവസം ഉദയാത്പരം ഉദയം 6:18 പ്രകാരം 25 നാഴിക മാത്രം ചെന്നപ്പോൾ 4:24 നീലക്കൂട്ടിൽ ചന്ദ്രൻ നിൽക്കെ മകരലഗ്നം അന്ത്യാദ്രക്കാണം കൊണ്ടും വായു ഉദയസമേ ഭൂമ പൂജാത ശ്രീനാമധേയം. നാഴിക 10, വിനാഴിക 32, പക്കത്ത് നാഴിക 13, വിനാഴിക 55 ആവും. ഇനി ബാക്കിയുള്ളത് നമുക്കിവിടെ 10 നാഴികയ്ക്ക് കിട്ടിയുള്ളൂ. രേവതി ബാക്കി തീർന്നു പോയി. ശ്രീനാളവും ദേവഗണവും ഇരിപ്പ ജന്മവൃക്ഷവും മൈപക്ഷിയും ആനമൃഗവും ആകാശം ഭൂതവും ഓങ്കാരം അക്ഷരം അകാരം മന്ത്രാക്ഷരം വിഷ്ണു ദേവത. 27 നാടിന് 9 വീതം 3 ബ്രഹ്മ വിഷ്ണു ശിവൻ ഇവർക്ക് ഭാഗിച്ചിട്ടുണ്ട്. ഭരണി മകയിനം പൂയം പൂരം ചിത്തിര അനിലം പൂരാടം അവിട്ടം പുഷ്പിട്ടാൽ 9 നാളുകൾക്ക് ബ്രഹ്മാവും കാർത്തിക പുത്രമുത്രാളം ജ്യോതിജതയമായി തൃക്കേട്ട രേവതി. ഈ 9 നാളുകൾക്ക് വിഷ്ണുവും ബാക്കി 9 ശിവവും. അപ്പം 27 നാട് 9 നാട് വെച്ച് ബ്രഹ്മാവിനും 9 നാട് വിഷ്ണുവിനും 9 നാട് ശിവനും. ഇത് തന്നെ ഒരു അമ്പലത്തിൽ നിൽക്കുന്ന ഒരു അരയാലിൻ്റെ ചുവടുഭാഗം നോക്കിയാൽ ആരാണ്? ബ്രഹ്മാവാണ്. അരയാൽ വൃക്ഷത്തിൻ്റെ ചുവടുഭാഗം ബ്രഹ്മാവായിട്ടും നടുഭാഗത്തെ വിഷ്ണുവായിട്ടും അഗ്രഭാഗത്തെ ശിവനായിട്ടുള്ള റിമോട്ട് രൂപമാണ് അരയാൽ. ഈ അരയാലിനെ 3 പേരുകൊണ്ടെന്നാണ്. ബ്രഹ്മാവുമുണ്ട്, ശിവനും വിഷ്ണുവുണ്ട്. ചൂടുഭാഗം ബ്രഹ്മാവിനായിട്ടും നടുഭാഗം വിഷ്ണുവായിട്ടും അഗ്രഭാഗം എന്ന പോലെ
27 നാളിന് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ 9 നാൾക്ക് അധിപൻ ബ്രഹ്മാവ് 9 വിഷ്ണു ഏതേ നിത്യം വന്ദനയാം ആയുഷ്കാന്തി വിശേഷത ഇത് പ്രമാണാൽ ഇത്യാദി വഴി മൃഗാദികളെ യാതൊരു പ്രകാരേണ ഉപദ്രവിക്കാതെ എന്ന വിഷത്തെ മുറിക്കാതെ ഭൂതദേവ മീനക്കൂറിയ മീനത്തെ മൃഗനാശനവും വനതനും വിദ്വാൻ അതിയായ ആഗ്രഹത്തോടുകൂടി വിദുഷിയായി വിദ്യാഭ്യാസം അങ്ങനെ അർത്ഥമുണ്ടായിരിക്കും. ഭയങ്കര വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുക ഉണ്ടാവും. ദക്ഷിണായന കാലത്ത് ദക്ഷിണായന ഭവം പ്രഗത്ഭവാൻ ഭേദബുദ്ധി അഭിമാനത ഭേദബുദ്ധി നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ് ജന്മസിദ്ധമായിട്ട് ഈശ്വരൻ ആ കുട്ടിക്ക് കൊടുക്കുന്നു. നമ്മൾ പറയുന്നത് അതറിയാം, നല്ല ചീറ്റാ കുട്ടിക്ക് അറിയാം. നമ്മൾ മാതാപിതാക്കന്മാർ പറഞ്ഞു കൊടുക്കണ്ട. അതാണ് ആ കുട്ടിക്ക് അറിയാൻ സാധിക്കും. ഇനി ശ്രാവണ മാസം ജനിച്ച ജാത ശ്രാവണ മാസം ദേവധരണി ദേവാർച്ചനോ തത്വം അമ്പലം എല്ലാ അമ്പലങ്ങളിലും പോകും. ഈശ്വര വിശ്വാസത്തിൻ്റെ അങ്ങേ അർത്ഥായി വർഷത്തിൽ ജനിച്ച ക്ഷാര ക്ഷീര കടുപ്പിയ സുവരനോ വർഷത്തുജി സ്വച്ഛത ഉപ്പ് എരിവ് കൂടി രസങ്ങളോട് കൂടുതൽ സ്നേഹം മധുരം പോകും. ഇനി വിഷ്ടിക്കഥ ജനിച്ച പരിജന പരിപൂജ്യവും പരിജനങ്ങൾ അന്യജനങ്ങളാൽ ആദരിക്കപ്പെടുന്ന ഒരു കുട്ടിയായിരിക്കും. ബുദ്ധി നാമനിത്യോഗം ബുദ്ധവും പണ്ഡിതവാൻ പണ്ഡിത അറിവുണ്ടായിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഇനി അപരാധകാലം ജനിച്ച ഒരു ദിവസത്തെ 4 ഭാഗിക്കുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് ഉച്ചതിരിഞ്ഞ് സന്ധ്യ അതായത് രാത്രി ജാതോ പരാന്നെ കനികയാണ്. അത് കനികയാണ്. ഇപ്പൊ രാവിലെ ഒരു കുട്ടി ജനിച്ചാൽ എന്താണ്? ജാത പ്രത്യുഷതി സ്വധർമ്മ നിരതോ സൽക്കർമ്മ ജീവിച്ചു സ്വധർമ്മതത്ര സൽക്കർമ്മങ്ങളെ ചെയ്യുക ഏറ്റവും സുഖിയായി മധ്യാഹ്നേയൊരു രാജത്തിന്റെ ഗുണവാൻ മധ്യാഹ്നത്തിൽ ജനിച്ചാൽ രാജഭോഗ സുഖങ്ങളെ അനുഭവിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. ജാതോ പരാന്നെ കനി ഉച്ചരി ജനിച്ചാൽ കനിയാണ്. സായങ്കാല ഭവ സുഗന്ധപരിതാൽ കലാത്മാണാൽ ഫലമേപചനം. രാത്രി ജനിച്ചാൽ സന്ധ്യയ്ക്ക് ഇരിക്കലേനോ. സന്ധ്യയ്ക്ക് ഇരിക്കുന്ന കുട്ടികൾ പാപകർമ്മങ്ങളെ ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത് ജാതോ പരാന്നെ തനിയാണ്. ഇങ്ങനെ പഞ്ചാംഗ ഫലങ്ങൾ പറയും. ഇനി നമ്മൾ അടുത്ത ലഗ്നഫലത്തിലേക്ക് കിടക്കാം. മകരൻ രാശിയാണ് ലഗ്നം. നാഗോ കേര സമത്വന്റെ രമണി ലോലക്ഷടോ ദീനമോ എന്താണ്? നിർബന്ധ ബുദ്ധി ഇത്തിരി കൂടുതലാണ്. പിടിച്ചിടം ജയിക്കണം എന്നൊരു പിടിവാശിക്കാരിയായിരിക്കും. കൃപണയാണ്, ധനപതിയാണ്. ഇനി ആദിത്യൻ 8ാം ഭാവമായ ചിങ്ങരാശിയിൽ നിന്നാൽ എന്താണ്? മനോഭിരാമ കലഹപ്രവീണ പരാഭവത്തെ ചരവന്നവത്തി. മനോഹരിയാണ്, നാരദന്റെ വഴി ചെയ്യുന്ന ആളാണ്. കലഹസമുദ്രം വഴക്കിടാൻ പോകില്ല, വഴക്കിടിക്കാനുള്ള വഴിവലം ഇട്ടു കൊടുക്കും. മനസ്സിലാക്കണം. നാരദന്റെ പണ്ഡിതന്റെ കുട്ടിയായി കലഹപ്രവീണ കലഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു. പരാഭവത്തേന്റെ രവൗനത. ചിങ്ങൻ രാശി സൂര്യന്റെ തീരം 12 മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം ചിങ്ങമാസമാണ് സൂര്യൻ. കാരണം സ്വക്ഷേത്രമാണ്, വെയിലിൻ്റെ ഒന്നല്ല. അവിടെ നോക്കണം, ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. അപ്പം ചിങ്ങത്തിൽ ഇരുന്നാൽ നല്ല മാസമാണ്. അതാണ്. അടുത്ത ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ പോയി നിൽക്കുന്നത് 3ാം രാശിയ മീനത്തിലാണ്. ചന്ദ്രേ സ്വരാശിയെ അല്പധനവാൻ ബന്ധുപ്രയോഗിത്തവാൻ. ബന്ധുക്കൾക്ക് പ്രിയത്തെ കൊടുക്കുന്നവനാണ്, ധനവാനാണ്. മനസ്സിലായോ? സോദര രാശിയെ അല്പധനവാൻ, സഹോദര സ്ഥാനം കുറവായിരിക്കും എന്ന് കാണും. ഇനി ചൊവ്വ 11 ഭൂതൂതവ്യതിന്ദ്രനിഷ്ഠാതം. ശുഭത്വൻ പ്രസിദ്ധയാണ്, മഹാപരാക്രമശാലിയാണ്. ഈ ചൊവ്വ നമുക്ക് ഏറ്റവും നല്ലതാണ്. എല്ലാവരും ചൊവ്വയെ പേടിക്കുകയാണ്. ഈ കുട്ടിക്ക് 11 നിന്നാൽ ചൊവ്വ നല്ലതിനെ കൊടുക്കും. കാരണം യോഗം ശ്രീരുലകം എന്നൊരു യോഗത്തിലേക്ക് ചൊവ്വയെ കൊണ്ട് യോഗമാണ്. എല്ലാവരും പേടിക്കുക. ചൊവ്വ ഇതൊന്നുമില്ല. ഈ കുട്ടിയുടെ 100% ഒരു മുട്ടുകയുടെ
ചൊവ്വ യോഗവും. ഇനി ബുധൻ കന്യരാശി കിട്ടും. കന്യരാശിയുടെ അധിപനാരാണ്? ബുധനാണ്. ആ ബുധൻ എന്നാൽ ധർമ്മഗതേതു ധർമ്മധർമ്മശാസ്ത്രീ ശുഭാചാരവാൻ. ശാസ്ത്രത്തിനറിവ് ശുദ്ധമായ ആചാരങ്ങളെ ചെയ്യുന്നതാണ്, ശുദ്ധമായ ആചാരങ്ങളെ ചെയ്യുന്നതാണ്. കന്യരാശിയിൽ ബുധൻ നിന്നാൽ ഭദ്രകം എന്നൊരു യോഗമുണ്ട്. അപ്പൊ ഭദ്രയോഗത്തിൽ ജനിച്ചിരിക്കും. ഇനി വ്യാഴം നിൽക്കണ ഏതിനാണ്? ധീരക്ഷാദികളത്രമാണ്. കർക്കിടക വ്യാഴമാണ്. ഇപ്പൊ കർക്കിടക വ്യാഴം നിന്നാൽ എന്താണ്? ധീരയാണ്, മനോഹരമായ കളത്രത്തോടു കൂടിയാണ് വീട്. കർക്കിടക രാശിയിൽ ഈ വ്യാഴം നിന്നാൽ ഹംസയോഗം എന്നൊരു യോഗമുണ്ട്. അടുത്ത ശുക്രൻ എട്ടിനാൽ ദീർഘായു സർവസൗഖ്യാലോ ഭാർഗവി അഷ്ടമത്തെ. ദീർഘായുസാണ്, സകല സൗഖ്യം, അതുല ബലം ധനം ഇവയെ കൊടുക്കുന്നു. ഇനി ശനി 10 നിൽക്കുന്നു. മന്നേ യഥാമകേ യതി ദണ്ഡധർമ്മോ മാണീധനി നിജകുല പ്രഭവന്റെ ശൂല. തുലാൻ രാശിയിൽ നിൽക്കുന്ന ശനി ഇപ്പം ആ ശനിക്ക് യോഗയിലെ ശനി ഉദ്യോഗത്തിലേക്ക് പോയി. ഈ കുട്ടിക്ക് ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം മാറി ശനി തുലാത്തിൽ നിന്ന് ഉദ്യോഗത്തിലേക്ക് മാറി. ശശയോഗം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ യോഗമില്ല. കാരണം തുലാത്തിൽ നിന്ന് ശനി 16-ാം തീയതി രാത്രി 10:39 16-ാം തീയതി രാത്രി 10:39 തുലാത്തിൽ നിന്ന് ശനി ഉദ്യോഗത്തിലേക്ക്. അത് ഇത്ര വൃത്തിയ ശനിയാണ്. 2 ദിവസമായി ശനി. അപ്പൊ ആ ശശകയോഗം ഇല്ല. ഇനി പ്രസവിക്കുന്ന ഒരാൾക്ക് ശശകയോഗം കിട്ടില്ല. കാരണം വൃത്തിയല്ലായി ശനി തുലാത്തിൽ നിന്ന് മാറും. അപ്പൊ ഇവിടെ ശശകയോഗം. ഇനി രാഹു 9 ഭാഗ്യത്തെ ഭുജകേതു ധർമ്മധനിക. സർപ്പധർമ്മ ദൈവങ്ങളെ പറ്റി പറയുന്നു. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അപ്പോൾ ഒരു യജ്ഞയുടെ സർപ്പത്തിൻ്റെ ധർമ്മദൈവങ്ങളുടെ ആർക്കും ഒരു അവരെ 9. കേതു 3 നിൽക്കും. അതിവീതനിക്കോ കേതവും യുദ്ധവാൻ. പരാക്രമശാലിയാണ്. നമ്മുടെ ആയുധനെ കളയുന്നൊരു ഗ്രഹമാണ് കേതു. പരമായിട്ട് ഇടയ്ക്ക് 3 പാപഗ്രഹങ്ങൾക്ക് 3-നും 6-നും നല്ലത്. പാപഗ്രഹമായ കേതു 3 നിന്നാൽ ആയുധനെ പറ്റി ചിന്തിക്കേണ്ടത് പരമായുധനെ കൊടുക്കാൻ ദീർഘായുധം. ഇതാണ്. അത് ഗ്രഹങ്ങളെ എല്ലാത്തിനെയും പിടിച്ചു നിർത്തി ഒരു ജന്മമാണെന്ന് പറയാം. എനിക്കറിയാൻ പല ഇതെന്താണ് സംഭവിച്ചത്. ഇനി ഞാനിപ്പോൾ യോഗങ്ങളെ പറ്റി പറഞ്ഞു. എന്താണ് ഇപ്പം സ്വല്പം മുമ്പ് പറഞ്ഞ ഒരു വിളക്ക് നമ്മൾ ഇടുമ്പോൾ 5 തിരി ഇടുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ ആ 5 തിരിക്ക് അർത്ഥമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ 5 യോഗങ്ങൾ, പഞ്ചലോകങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ 5 തിരി ഇട്ടതിന് 5 യോഗങ്ങൾ. അതുപോലെ നമ്മുടെ ശരീരത്തിന് 5 വായുക്കളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വായു 5. അതുപോലെ 5 യോഗങ്ങൾ. ഇവിടെ 4 എണ്ണം കിട്ടി. 5 ആർക്കും കിട്ടിയിട്ടിരുന്നതുപോലെ 5 കിട്ടിയാൽ അയാൾക്ക് മരണപ്പെട്ട ദേവന്മാരുമായിരിക്കും. എന്താണ് ചൊവ്വ? വൃശ്ചികൻ രാശിയിൽ ചൊവ്വ നിന്നപ്പോൾ ശ്രീരുചകം എന്നൊരു യോഗം ഉണ്ടായി. എന്താണ് ശ്രീരുചക യോഗം എന്നാലുണ്ടാവും? ബലമുള്ള ശരീരവും വളരെ കീർത്തിയോടും ധീരത്തോടും കൂടിയും മന്ത്രജപം മാഭിചാര രീതിയിൽ ഇടപെട്ടും ലാവണ്യം അരുണകാന്തി ഇവയാൽ മനോഹര ശരീരവും ദാനശീലവും ശത്രുക്കളയും ദീർഘായുസും. ഇനി ബുധൻ ഭദ്രയോഗത്തെ കൊടുക്കും. ഭദ്രയോഗം എന്നാലുണ്ട് സിംഹത്തിന്റെ മുഖവും ആനയെപ്പോലെ ഗംഭീരമായി നടക്കുകയും തടിച്ചതും മഹത്വമായ നെഞ്ചോടുകൂടിയും ആചാരഭാവവും മാനിയും ബന്ധുജന ഉപകാരിയും വളരെ കീർത്തിയോടും ധീരത്തോടും കൂടിയും നല്ല ക്രിയോടും ആചാരത്തോടും കൂടിയും ദീർഘായുസും ഫലം. 3-ാമത്തെ യോഗം വ്യാഴത്തെ കൊണ്ട് ഹംസയോഗം എന്ന് പറയും. ചുവന്ന മുഖം, നീണ്ട മുഖത്ത്, നല്ല കാലുകൾ, ഹംസ സമുദ്രം, കവപ്രവൃ ശരീരം, സുന്ദര കടസ്ഥാനം, ശാസ്ത്രത്തിൽ അറിവും വളരെ കീർത്തിയോടും ധീരത്തോടും കൂടിയും നല്ല ക്രിയോടും ആചാരത്തോടു കൂടിയും 83 വയസ്സിന് ഇപ്പുറത്ത് ഒരു ദോഷവും വരാൻ പറ്റും. അത് മേലോട്ട് എത്രയാണ്? ആയുസിന് 83 വയസ്സ് 4 മാസത്തേക്ക് ഒരു ദോഷവും വരാൻ പറ്റും. ഇനി ശശയോഗം ജനിക്കുക. രാജ്ഞിയോ മന്ത്രിയോ സേനാനായകരോ
അതുകൊണ്ട് തീർന്നില്ല. 4 യോഗങ്ങൾ കഴിഞ്ഞു. അടുത്ത വാസിയോഗം ജനിക്കുക. സുശീലയും വാഗ്മിയും ധനവതിയും നിർഭയയും ശത്രുക്കൾ ജയിച്ചു. അത് വേദീയോഗം ജനിക്കുക. പിന്നെ കുബേര യോഗത്തിൽ ജനിക്കുക. ദേവന്മാരെ പോലെ സുഖം അനുഭവിക്കുക. ധനം വാഹനമിയെ കൊണ്ട് ആഠ്യായും ദാനശീലയും നല്ല പുത്രന്മാരോടുകൂടി വേലക്കാരോടുകൂടി ജീവിക്കാൻ തക്ക ഒരു കഴിവ് വേലക്കാരോട് ഇങ്ങനെ യോഗങ്ങളെ പോലെ ജനകാലം താരാജ്യം ഗർഭചിത്രം ശരിയാവ് 3 വർഷം 4 മാസം നിൽക്കും നക്ഷത്ര ബുധദശ. ഇപ്പൊ ബുധദശ കാലം നല്ല ബുധനാണ്. ജന്മം ബുധദശയിലാണ്. 3 വർഷം 4 മാസേ കിട്ടും. ഇത് കഴിഞ്ഞാൽ ആ 7 കൊല്ലം തീരുവാണ്. 7 3 10 വയസ്സ് 4 മാസം തീരുവാ. വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത് 5 വയസ്സിലോ സ്കൂളിൽ ചേർത്തു. പിന്നെ അങ്ങോട്ട് പോകുന്നത് ഏതാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം വിവാഹ കാര്യങ്ങളെല്ലാം നടക്കുന്ന ശുദ്ധമാണ്. അത് 20 കൊല്ലമുള്ളൂ. അപ്പം 30 വയസ്സിനുള്ളിൽ ഈ കുട്ടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കാൻ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക, ഒരു തൊഴിൽ സ്ഥാനത്ത് കയറുക, വിവാഹം നടക്കുക, ഇതെല്ലാം 30-നുള്ളിലാണ്. 20 വയസ്സ്. പിന്നെ അങ്ങോട്ട് നല്ല കാലം ഉണ്ടാകും. 6 കൊല്ലം ആദിത്യനാണ്. 36 വയസ്സ് വരെ ആദിത്യൻ പറയാനുണ്ടോ? ഇങ്ങനെ രാജി എടുക്കുന്ന 10 കൊല്ലം ചന്ദ്രൻ, ഇങ്ങനെ രാജി എടുക്കുന്ന 7 കൊല്ലം ചൊവ്വ 53. അത് കഴിഞ്ഞാൽ 18 കൊല്ലം രാഹു 71. പിന്നെ വ്യാഴം 87 വയസ്സ് വരെ വ്യാഴം. അത് ഞാനിത്രയാണ് 87 വയസ്സ് വരെ ചിലത് 86, 90 എന്നാലും പരമായിട്ട് കൊടൈക്കാരെ അറിയാമല്ലോ. 83 വയസ്സ് യാതൊരു ചിലപ്പോൾ 90 95 എന്നാലും ആയുസ് പരമായുസ് അനുഭവിക്കാം. അച്ഛനോ അമ്മയ്ക്കോ ദൈവത്തിനോട് നന്ദി പറയും. ഞാൻ അച്ഛനും അമ്മയും ഇന്നിൻ്റെ അച്ഛനും അമ്മയും ദൈവത്തിനോട് നന്ദി പറയും. ഇങ്ങനെ ഒരു ജാതകം നമുക്ക് ഉണ്ടായി അല്ലെങ്കിൽ ജനിക്കാനുണ്ടായ ആ കുട്ടിയെ കൊണ്ട് ആ മാതാ